ഏറ്റവും ഈസി ആയിട്ടുള്ള സീൻ എന്ന് പറയുന്നത് ഏതായിരുന്നു? The song where there were so many montages where we are playing. Adaru nalla scene. I really enjoyed because we went to those kids park and all, and we were playing this game, that game. So we were genuinely doing it. പാടാനറിയോ? പാടാനറിയാം, പക്ഷേ ഈ ഫിലിമിലത്തെ ലിറിക്സ് രണ്ട് ലൈൻ ഞങ്ങൾക്ക് വേണ്ടിയിട്ട്. നോ, ഓക്കെ, ഞാൻ വിട്ടേക്കുന്നു. She wanted to actually sing it. I wanted to sing that. But it's okay, don't waste time. No, I'll tell you why, because I have to remember the lyrics. Okay, because it is Malayalam. ഞാൻ പഠിച്ചിട്ട് നെക്സ്റ്റ് ടൈം പാടാം. തീർച്ചയായിട്ടും. ഞങ്ങൾക്ക് കൺവിൻസ് ചെയ്യാൻ വേണ്ടി ഏതെങ്കിലും മലയാളം സോങ് ആണെങ്കിലും മലയാളം സോങ് ഭാവിയിലെ മീരനന്ദനാവാം. Veera is a fantastic singer. I'm also good singer. Yeah, next film എന്തായാലും വിക്കി സാർ നെക്സ്റ്റ് ഫിലിമിൽ എന്തായാലും പല്ലവി പാടും. He never praises me, huh? One thing I'm telling you. Yeah, അങ്ങനെയാണ് നമുക്ക് 100% റിസൾട്ട് കിട്ടും. Never he praises me. പല്ലവിയുടെ നെക്സ്റ്റ് പ്രോജക്റ്റ് എന്താണ്? There is a film with like discussion is going on for which he like Vicky Sir is producing. He is written. Again Manoj is a cameraman and Tivin, I think he himself doesn't know about it. Just discussions are going on. Okay. So Tivin will be directing. That will be his first venture. So I'm just keeping my fingers crossed that I come back in the same team because I'm so much used to them now that I'll be more than happy to work. ഓക്കെ, അപ്പം ഈ ടീമുകളുടെ ഒന്നിച്ചുള്ള സെക്കൻഡ് ഫിലിം നമ്മൾ വെയിറ്റ് ചെയ്യാണ്. ഞാൻ ചോദിക്കട്ടെ പല്ലവി, മലയാളം ഇപ്പം ഹിന്ദിയിൽ ലൈക്ക് ബോളിവുഡ് സീരീസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നോർത്ത് ടു സൗത്ത് ഏതാണ് ഏറ്റവും കൂടുതൽ കംഫർട്ട് എന്ന് തോന്നുന്നത്? അങ്ങനെയൊന്നുമില്ല. ഇത് ഐ എം മോർ ദാൻ ഹാപ്പി ടു ബി ഇൻ കേരള ബിക്കോസ് ഇൻ ഫ്യൂച്ചർ ഇഫ് ഐ ഗെറ്റ് മോർ പ്രൊജക്ട്സ് I don't mind settling down here only because I am so much emotionally attached to this place because I am from Palakkad. And kore childhood memories in when I used to come for school holidays, my Muttashi house and all. I still love Palakkad. I am waiting for an opportunity. Once I am done with this work here, I might just run there. So I am happy to be here. അപ്പോൾ ഫിലിമിനെ പറ്റി പറയുമ്പോൾ ത്രൂ ഔട്ട് എന്ന് പറഞ്ഞത് നമ്മുടെ മമ്മൂക്കയുടെ റോൾ ആൻഡ് റോൾ ഡെപ്തിനെ കുറിച്ചായിരുന്നു. അപ്പം സാറിന്റെ ക്യാരക്ടർ ഇതിൽ എങ്ങനെയായിരിക്കും? ഇതിൽ മമ്മൂക്ക പറ്റി പറയുമ്പോൾ ഒരു പ്രധാന കാര്യം പറയാനുള്ളത് വെച്ചാൽ നമ്മൾ കാണാൻ ഇഷ്ടപ്പെടുന്ന മമ്മൂക്ക, കാണാൻ നമ്മൾ ഞാനൊക്കെ വളർന്നു വരുമ്പോൾ കണ്ടിരുന്ന മമ്മൂക്ക, അത് വളരെ ഹാൻസം, അതിനൊരു മമ്മൂക്കാണ് ഈ സിനിമയിൽ ഞങ്ങൾ പോർട്രേ ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. അത് വെരി ക്ലാസി, വെരി മെച്യൂർഡ്, ലൈക്ക് ഇവിടെ നിറയൊക്കെ വെച്ച് ഭയങ്കരമായിട്ട് എന്താ പറയുക, ഒരു ഫിംഗർ ടിപ്പ് പോലും മൂവി ആണെങ്കിൽ അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം മൂവ് ചെയ്യാവുന്ന തരത്തിലുള്ള ബോഡി ലാംഗ്വേജ് പെർഫോമൻസ് വെച്ചുകൊണ്ട് ആ ക്യാരക്ടറിനെ കറക്റ്റായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് പെർഫോം ചെയ്ത ഒരു ക്യാരക്ടറൈസേഷനാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. ഈ പറഞ്ഞ പോലെ ഇത് സിനിമ ഇപ്പോൾ എന്തെങ്കിലും കാണാൻ പോകണം എന്ന് ആൾക്കാരോട് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾക്ക് ഇഷ്ടമുള്ള മമ്മൂക്കയെ കാണാൻ, അത്രയും ഹാൻസം ആയിട്ടുള്ള മമ്മൂക്കയെ കാണാൻ ഉള്ള ഒരു നല്ല അവസരമായിരിക്കും ഈ സിനിമ. കാരണം നമ്മൾ വളർന്നു വരുന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടുള്ള മമ്മൂക്ക ഇങ്ങനെ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്കെല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു തരത്തിലുള്ള ലുക്ക് ആൻഡ് ഫീലാണ്, ക്യാരക്ടറൈസേഷനാണ്, പെർഫോമൻസ് ആണ്. കാരണം ഒരുപാട് ഭയങ്കരമായിട്ടുള്ള ബഹളമുള്ള ഡയലോഗുകളോ അല്ലെങ്കിൽ അങ്ങനെയല്ല, ഒരു ജഡ്ജിന് പറയാവുന്ന കാര്യങ്ങൾ ജഡ്ജ് ആ ഒരു ക്യാരക്ടറൈസേഷൻ, ആ ഒരു ക്യാരക്ടർ എങ്ങനെ പറയുമോ ആ ഒരു ഇൻഡിവിജ്വലായിട്ട് കൂടി പറയുന്ന ഒരു പോർട്രേഷനാണ്, ക്യാരക്ടറൈസേഷൻ അതിൽ പോർട്രേ ചെയ്തിട്ടുള്ളത്. സ്മാർട്ട് മമ്മൂക്ക. ആൻഡ് ഇതിൽ അനൂപ് മേനൻ ഒരു റോൾ ചെയ്യുന്നുണ്ട്. Anup actually is a friend of mine also. He has written 2 scripts for me. And ഇങ്ങനൊരു സിനിമ വന്നപ്പോൾ ഞാൻ അനൂപിനോട് സംസാരിക്കാം. അനൂപ് മമ്മൂക്കയായിട്ട് സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യാനുള്ളൊരു അവസരം വരികയാണ്. അപ്പോൾ പിന്നെ എൻ്റെ കൂടെ വീണ്ടും ഞങ്ങളുടെ യൂണിറ്റിലേക്ക് വരാനുള്ളൊരു അവസരമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവന് ഫ്രണ്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ സിനിമ ചെയ്തിട്ട് പോയത്. ഉള്ള whatever portions he had, he has made it very natural, very realistic and very എന്താ പറയുക, വെരി എനർജറ്റിക്. അത്രയും നന്നായിട്ട് അത് എൻ്റെ കൂടെ പെർഫോമൻസ് തന്നെ ഞാൻ എപ്പോഴും അനൂപിൻ്റെ അടുത്ത് പറഞ്ഞിട്ടായിരുന്നു, ഭയങ്കര റിയലിസ്റ്റിക് ആയിരിക്കും, നാച്ചുറലിസ്റ്റിക് ആയിരിക്കും പെർഫോമൻസ്. സോ ആ ഒരു സിങ്ക് ഞങ്ങൾ തമ്മിലുണ്ട്. അപ്പം അങ്ങനെ വളരെ മനോഹരമായിട്ട് ആ റോള് ചെയ്തിട്ടുണ്ട്. ഒരു ത്രില്ലർ സ്റ്റോറി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ടൈറ്റിൽ സൈലൻസ് എന്നായിരുന്നു. അതാണ് അതിൻ്റെ വ്യത്യാസം. അതിന് ത്രില്ലർ എന്ന് പേരിടാം, അല്ലെങ്കിൽ അതിന് ത്രില്ലിംഗ് ആയിട്ടുള്ള എന്തൊരു പേര് വേണമെങ്കിലും. സൈലൻസ് എന്ന് പറയുന്നത് തന്നെയാണ് സിനിമയുടെ സ്വഭാവം. അതായത് നമ്മൾ എക്സ്പെക്ട് ചെയ്തു പോകുന്ന, സാധാരണ നമ്മൾ കണ്ടു വളർന്ന ഇൻവെസ്റ്റിഗേറ്റീവ് ഫിലിംസ് എന്ന് പറയുന്നത് ശബ്ദങ്ങളുണ്ടാക്കി അന്വേഷിച്ച് ആൾക്കാരെ മിസ്ലീഡ് ചെയ്ത് അങ്ങനെ കൊണ്ടുപോകുന്നൊരു ഇതല്ല. ഇത് വളരെ റിയലിസ്റ്റിക് ആയിട്ട് വളരെ യഥാർത്ഥമായിട്ട് കഥ പറയുന്ന ഒരു സിനിമയാണ്.
അപ്പോൾ അത് അതിൻ്റെതായിട്ടുള്ള രീതിയിലുള്ള എൻ്റർടൈനിങ് ആണ്. അപ്പോൾ എല്ലാ എൻ്റർടൈനിങ്ങും ബഹളവും കോമഡിയും ഫൈറ്റും ആക്ഷനും ഡാൻസും ആണെന്ന് പറഞ്ഞാൽ ശരി, പക്ഷേ ഇറ്റ് ഇസ് ഓൾസോ എൻ്റർടൈനിങ്. വെൻ യു എക്സസൈസ് യുവർ മൈൻഡ് ആൻഡ് സീ എ ഫിലിം, ഇറ്റ്സ് ഓൾസോ എൻ്റർടൈൻമെൻറ്റ്. ഈ സ്ക്രിപ്റ്റ് സൈഡിൽ നിന്ന് ചോദിക്കുമ്പോഴാണ് കുറച്ചും കൂടി ഈ സൈലൻസിന് എന്താണ് ഈ ടൈറ്റിലും അല്ലെങ്കിൽ ഈ ഫിലിമിനെ കുറിച്ച് എന്താണ്, ഈ ഫിലിം എന്താണെന്ന് കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത് സ്ക്രിപ്റ്റ് റൈറ്റർ തന്നെയായിരിക്കും. സർ, സൈലൻസ് ഇതിനെക്കുറിച്ച് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം? അല്ല, ഇത് നേരത്തെ പറഞ്ഞിട്ട് തന്നെ ഇപ്പം ആ ടൈറ്റില് സാറ് പറയുമ്പം നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് ഡിവിൽ ലൈസ് ഇൻ ദ ഡീറ്റെയിൽസ് എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ നിശബ്ദമായിരിക്കുന്ന ഒരു സ്ഥലത്തായിരിക്കും നമ്മൾ ചിലപ്പം ഒരിക്കലും കേൾക്കാത്ത ശബ്ദങ്ങളോ അല്ലെങ്കിൽ യു ടെൻ ടു ഫൈൻഡ് ദോസ് സ്മോൾ അൺഡിസ്കവേർഡ് ഡീറ്റെയിൽസ് എവരിതിങ് ഈസ് സൈലന്റ്. അല്ലേ, രാത്രിയുടെ സൈലൻസിലായിരിക്കും ഒരിക്കലും നമ്മൾ കേൾക്കാത്ത പല ശബ്ദങ്ങളും കേൾക്കുന്നത്. അപ്പം അതാണ് ഈ സിനിമയുടെ അപ്രോച്ച്, ഈ കഥയുടെ അപ്രോച്ച്. കാരണം കടന്നുപോയ ഒരു പാതയാണ്, ഞാൻ ചെയ്തു പോയ ചില കാര്യങ്ങളാണ്. അതിലേക്ക് തിരിച്ചു പോകുമ്പോൾ ഞാൻ നിശബ്ദമായി എൻ്റെ ഏകാന്തതയിൽ എൻ്റെ ഉള്ളിലേക്ക് ചിന്തിക്കുമ്പോൾ ഞാൻ എന്താണ് കണ്ടെത്തുന്നത്, എന്താണ് കണ്ടെത്തേണ്ടത്, അതാണ് ചിത്രം. അവിടെ നിന്നാണ് ഈ സൈലൻസ്, അതിനാണ് ഈ ടൈറ്റിലും അതുമായിട്ടുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത്. അപ്പം ഇത് ഇൻട്രോസ്പെക്ഷനാണ്. എൻ്റെ വഴിയിൽ ഞാൻ ചെയ്ത കാര്യങ്ങളിൽ ഞാൻ തിരിച്ചു പോകുമ്പോൾ ഞാൻ കണ്ടെത്തേണ്ടത്. പിന്നെ പ്രധാനമായും പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് വേണമെങ്കിൽ ഇത് ചെയ്യാതിരിക്കാം. കാരണം വളരെ സക്സസ്ഫുൾ ആയ ഒരു ക്രിമിനൽ ലോയറാണ്, നിയുക്ത ജഡ്ജിയാണ്. പോയിട്ട് എന്തൊരു പഴയ കേസ്, ഞാനിപ്പോൾ അതിലേക്ക് തിരിച്ചു നോക്കണ്ടേ, എനിക്ക് എന്തായാലും എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തിന് വളരെ സുഖമായിട്ട് ജഡ്ജിയായിട്ട് ഹൈക്കോടതി സുപ്രീം കോടതി ജഡ്ജിയായിട്ട് റിട്ടയർ ചെയ്ത് പെൻഷൻ വിട്ട് വീട്ടിലിരിക്കും. പക്ഷെ അത് ചെയ്യാതെ എനിക്കൊരു പിഴവ് പറ്റിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പറയുന്നത് നാളെ എൻ്റെ ജഡ്ജ്മെൻറ്റിലുണ്ടായ പിഴവാണ്. നാളെ ഞാനൊരു ജഡ്ജിയായി വന്നിരിക്കുമ്പോൾ എൻ്റെ തെറ്റുകളെ കുറിച്ച് അറിഞ്ഞ വക്കീലന്മാരുണ്ട്. ഇവർ എൻ്റെ മുമ്പിൽ വാദിക്കുന്നു. അതായത് ഈ ജോയ് മാത്യു എന്നൊക്കെ പറയുന്ന വക്കീലന്മാരുണ്ട്, ഇദ്ദേഹത്തിൻ്റെ കൂടെ പ്രാക്ടീസ് ചെയ്യുന്ന വക്കീലന്മാരാണ്. അപ്പോൾ അവർ നാളെ വന്ന് എൻ്റെ മുമ്പിൽ വാദിക്കുമ്പോൾ അവരുടെ മനസ്സിലില്ലെങ്കിലും എൻ്റെ മനസ്സിലുണ്ടാവും എനിക്ക് ജഡ്ജ്മെൻ്റ് ഇല്ലാത്ത ഒരു വ്യക്തിയാണ്. അവിടൊക്കെയാണ് ഈ ചിത്രം അല്ലെങ്കിൽ ഇതിൻ്റെ കഥ സഞ്ചരിക്കുന്നത്, ആ വഴിയിലൂടെ. ഇവരിങ്ങനെ പറയുമ്പോൾ നമുക്ക് ഒട്ടും ആലോചിച്ചെടുക്കാൻ പറ്റില്ല ഈ ഫിലിം ഇങ്ങനെ ആയിരിക്കും അല്ലെങ്കിൽ ഈ ഫിലിം ഇങ്ങനെ ആയിരിക്കും, ഒട്ടും ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് അങ്ങനത്തെ ഒരു ത്രെഡ് ആണെന്ന് തോന്നുന്നു അല്ലേ, നമുക്ക് ഒന്നും എക്സ്പെക്ട് ചെയ്യാൻ പറ്റാത്തൊരു ത്രെഡായിരിക്കും. പ്രതീക്ഷിക്കാതെ പോയ സിനിമ കാണുക നമ്മൾ. അത് ഞാൻ എപ്പോഴും പറയുന്നൊരു പ്രശ്നം. ചിലവർ നമ്മൾ പറയും പ്രതീക്ഷിക്കാതെ, ഞങ്ങൾ പ്രതീക്ഷിച്ച പോലെ വന്നില്ല. അത് ഏതൊരു കലാരൂപത്തിന് അല്ലെങ്കിൽ ഏതൊരു സിനിമയ്ക്ക് വരുന്നൊരു ഞങ്ങൾ ഒരു സിനിമ ഏതൊരു കലാരൂപം നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ അതാണ്. അതായത് ഫസ്റ്റ് ഹാഫ് പ്രതീക്ഷ ഭയങ്കരമായി പോയി, അതിപ്പോൾ ഞങ്ങൾ എന്തൊക്കെയോ പ്രതീക്ഷിച്ചു. സെക്കൻഡ് ഹാഫ് പ്രതീക്ഷയല്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പറയാനുള്ള രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് ഇയാളെ ഹോണ്ട് ചെയ്യപ്പെടുന്നതാണ്. ഇയാളെ ഹോണ്ട് ചെയ്യപ്പെടുമ്പോൾ ഇയാളുടെ ലൈഫ് അർജന്റാണ്. കാരണം എനിക്ക് ധൃതിയാണ്. കാരണം ഇത് ആരാണ് ഹോണ്ട് ചെയ്യുന്നത് കണ്ടുപിടിക്കാനുള്ള ധൃതി. അപ്പോൾ ആ ധൃതിയിൽ ആ പേസിങ് എന്ന് പറയുന്നത് ഫാസ്റ്റ് ആയിരിക്കും. പക്ഷെ പിന്നീട് സ്വയം തീരുമാനമെടുത്ത് സ്വയം തിരിച്ച് കണ്ടെത്താൻ ശ്രമിക്കുന്ന ആ സമയത്തുള്ള പേസ് എന്ന് പറയുന്നത് അത് വേറെ പേസാണ്. കാരണം അത് കുറേ കൂടെ ഇൻറ്റൻസ് ആണ്, കുറച്ചുകൂടെ ഡെപ്താണ്. അത് ആ പേസിൻ്റെ ഡിഫറൻസ് എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞത് പ്രതീക്ഷിച്ചുകൊണ്ട് സിനിമ കാണുകയല്ല ചെയ്യുന്നത്, ഒരു സഹൃദയത്വം. അതായത് സംസ്കൃത നാടകത്തിൽ തന്നെ പറഞ്ഞാൽ ഒരു കാണി എന്ന് പറയുന്ന ആൾ സഹൃദയനായിരിക്കും. സഹൃദയൻ എന്ന് പറയുമ്പോൾ ആ കല കണ്ട് ആ കലയ്ക്ക് എന്താണോ ഡിസർവിങ് അതനുസരിച്ച് ആസ്വാദനം വരേണ്ട ആ സഹൃദയത്വത്തോടുകൂടി ശുദ്ധ മനസ്സോടുകൂടിയും ഒന്നും പ്രതീക്ഷിക്കാതെയാണ് സിനിമ കാണേണ്ടത്. സിനിമ ഷുഡ് ബി ദെയർ, ഗോ വാച്ച് ആൻഡ് എൻജോയ്. ആൻഡ് ഇഫ് ഇറ്റ് ഇസ് എൻഗേജിങ്, ഗെറ്റ് എൻഗേജ്ഡ്. അത്രേ ഉള്ളൂ. ദാറ്റ് ഇസ് ഓൾ ഇറ്റ് ഈസ്. അത് നമ്മൾ പ്രതീക്ഷിച്ച പോലെ ആയില്ല എന്ന് പറയുമ്പോൾ നമ്മൾ അവർ എല്ലാവരും പ്രതീക്ഷിക്കുന്ന പോലെ നമുക്ക് സിനിമ ചെയ്യാൻ പറ്റില്ലല്ലോ. ഈ ഫിലിം ഒന്നും എക്സ്പെക്ട് ചെയ്യാൻ പറ്റാതെ പോയി കാണുക, എക്സ്പെക്ട് ചെയ്തിട്ട് ഈ ഫിലിം പോയി കാണുന്നത്. ബിക്കോസ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന പോലെ ആയിരിക്കത്തില്ല, മേ ബി മോർ ദാൻ, മേ ബി കുറവായിരിക്കാം. എക്സ്പെക്ട് ചെയ്യാൻ പാടാത്ത സിനിമയല്ല, പ്രതീക്ഷകളോടെ അല്ലാതെ. അതായത് അവനവന്റെ സൈലൻസ് എന്ന് പറയുമ്പോൾ മേ ബി ഒരു സ്ലോ ആയിട്ട് പോകുന്ന ഫിലിം അങ്ങനെ വിചാരിക്കും. ഒരു മുൻവിധി വേണ്ട. ഇതിന് സാറ് നേരത്തെ പറഞ്ഞത് അതിന് ഈ ബോധപൂർവമായ ഒരു ട്രീറ്റ്മെന്റാണ്. അതായത് ഫസ്റ്റ് ഹാഫിനെ ഇങ്ങനെ വളരെ ചടലും അല്ലെങ്കിൽ വേഗതയോടുകൂടി ട്രീറ്റ് ചെയ്യുകയും രണ്ടാം പകുതിയെ ഇൻറ്റൻസായും സ്ലോ ആയും ട്രീറ്റ് ചെയ്ത് ബോധപൂർവമായി VKP സാറും മമ്മൂക്കയുടെ പെർഫോമൻസിലും അത് കാണാം. മമ്മൂക്ക ഫസ്റ്റ് ഹാഫിൽ പെർഫോം ചെയ്തിരിക്കുന്നു വളരെ എക്സൈറ്റഡ് ആയിട്ടും ആ ടെൻഷൻ കംപ്ലീറ്റ് അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജിൽ കാണാം. എന്നാൽ സെക്കൻഡ് ഹാഫിൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് വളരെ കമ്പോസ്ഡാണ്. ടെൻഷൻ ഇല്ല എന്നല്ല, പക്ഷെ കമ്പോസ്ഡ് ടെൻഷനാണ്. മറ്റേതിനകത്തൊരു വെപ്രാളമുണ്ട് ഫസ്റ്റ് ഹാഫിൽ, ആരാണ് എന്താണെന്നുള്ളത്. സെക്കൻഡ് ഹാഫിൽ ആ വെപ്രാളമില്ല. അപ്പം
സെക്കൻഡ് ഹാഫിൽ ബാക്കിയെല്ലാം സ്ലോ ആയിട്ട് മമ്മൂക്ക മാത്രം എക്സൈറ്റഡ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ എന്തോ എവിടെയോ ലിങ്ക് ഇല്ലത്. പക്ഷെ ഇതങ്ങനെയല്ല, ട്രീറ്റ്മെന്റിന് അനുസരിച്ചാണ് പെർഫോമൻസ്. സോ ദാറ്റ്സ് ഹൗ ബോധപൂർവമായി ഇവർ രണ്ടുപേരും അല്ലെങ്കിൽ ഡയറക്ഷൻ ടീമും ആക്ടറും കൂടെ എടുത്തൊരു തീരുമാനമാണ് അതിനെ അങ്ങനെ ട്രീറ്റ് ചെയ്യാനും ഫസ്റ്റ് ഹാഫിന് ഇങ്ങനെ ട്രീറ്റ് ചെയ്യാനും. അപ്പം ഈ ട്രീറ്റ്മെന്റ് മനസ്സിലാക്കുന്നവർ ഇതിനെ ഇങ്ങനെയാണ്, ഇതുകൊണ്ടാണ് ഇത് രണ്ടും ഇങ്ങനെ നിൽക്കുന്നത്. അല്ലെങ്കിൽ കാരണം ഈ ചോദ്യം ഇല്ലേ സാർ, ഫസ്റ്റ് ഹാഫ് ഭയങ്കര ഫാസ്റ്റ്, സെക്കൻഡ് ഹാഫ് ഭയങ്കര സ്ലോ, അതൊരു ട്രീറ്റ്മെന്റാണ്. നാളെ ഈ പറയുന്ന പോലെ സ്റ്റാൻസ്ലോസ്കി എന്നൊക്കെ കുറിച്ച് പറയുന്ന പോലെ VKP അന്ന് ചെയ്തത് ഈ ഫിലിമിന്റെ പോസ്റ്റേഴ്സ് കണ്ടിരുന്നു. ലൈക്ക് സൈലൻസ് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സിമ്പിൾ ആയിട്ട് സൈലൻസ് എന്നുണ്ടായിരുന്നു. പക്ഷെ ബാക്കിലത്തെ പോസ്റ്റർ കാണുമ്പോൾ നമുക്ക് ഈ കാറിൽ നിന്ന് ഇറങ്ങുന്നത് ഇങ്ങനെ ഓടുന്ന പോലത്തെ സീക്വൻസ് ഭയങ്കര രസമായിരുന്നു. ലൈക്ക് പോസ്റ്റർ കാണുമ്പോൾ നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല എങ്ങനത്തെ ഫിലിമാണ് ഇത് എന്ന് പറഞ്ഞ് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. സാറിൻ്റെ ഇന്റർവ്യൂസും അല്ലെങ്കിൽ നേരിട്ട് പോയി കാണുന്നവർക്ക് മാത്രമേ ജഡ്ജ് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ടെക്നിക്കൽ സൈഡ് പറയുകയാണെങ്കിൽ ക്യാമറ ടെക്നിക്കൽ സൈഡ് പറയുകയാണെങ്കിൽ ക്യാമറ മനോജ് കട്ടായ എന്ന് പറഞ്ഞിട്ട് ബോംബെയിലുള്ള ഒരു ക്യാമറമാനാണ്, ആഴ്ച ചാനൽ ക്യാമറമാനാണ്. KM മോഹൻ എന്ന് പറഞ്ഞ പ്രശസ്തമായ ക്യാമറമാൻ്റെ അസോസിയേറ്റ് ആണ്. പുള്ളിയുടെ ഫസ്റ്റ് ഫിലിമാണ് മലയാളത്തിൽ. ഹിന്ദിയിൽ ഹി ഹാസ് ഡൺ വൺ ഫിലിം കോൾഡ് ദിൽ പതംഗ്. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ എഡിറ്റിംഗ് വന്നിട്ട് മഹേഷ് നാരായണനാണ്. മഹേഷ് നാരായണൻ മലയാളത്തിൽ നിന്ന് വളരെ അറിയപ്പെടുന്ന ഒരു എഡിറ്ററാണ്. ഇതിൻ്റെ സംഗീതം വന്നിട്ട് രതീഷ് വേഗയാണ്. പാടിയിട്ടുള്ളത് ഫ്രാങ്കോ സനൂപ് എന്ന് പറഞ്ഞിട്ടൊരു പുതിയൊരു കുട്ടി പാടിയിട്ടുള്ളത്, പ്ലസ് മീരാനന്ദ. പിന്നെ ഇതിൻ്റെ ആർട്ട് ബാവയാണ് ആർട്ട്. ബാവൻ്റെ കൂടെ കുറേ കാലങ്ങളായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ആർട്ട് ഡയറക്ടറാണ്. പിന്നെ ഇതിൻ്റെ കോസ്റ്റ്യൂം ചെയ്തിട്ടുള്ളത് രജീവ് പ്രേമിനും, പിന്നെ മമ്മൂക്കയുടെ കോസ്റ്റ്യൂം ചെയ്തിട്ടുള്ളത് കുമാറും. അതുപോലെ തന്നെ മേക്കപ്പ് വന്നിട്ട് റോഷനും ഞങ്ങളുടെ കൂടെ സ്കൂൾ ഓഫ് ഡ്രാമയിലൊക്കെ ഒരു ജൂനിയർ സ്റ്റുഡൻ്റാണ്. ഹി ഈസ് ഡൺ അബ്രോഡ്, വെൻറ്റ് അബ്രോഡ് ആൻഡ് ടേക്കൻ ഡിഗ്രി ആൻഡ് ഹി ഹാസ് പ്രൂവ്ഡ് ഹിംസെൽഫ് ആസ് എ മേക്കപ്പ് പേഴ്സൺ. ഹി ഈസ് ഡൺ ദ ലുക്ക് ആൻഡ് ഫീൽ ഓഫ് ദ ഹോൾ ഫിലിം. സോ ഒരു ഫ്രണ്ട്ലി ബോണ്ടാണ് അല്ലെങ്കിൽ എല്ലാവരും നോക്കുകയാണെങ്കിൽ നേരത്തെ പരിചയമുള്ള ആൾക്കാരും അങ്ങനത്തെ ഉള്ള ഒരു ഫ്രണ്ട്ലി ബോണ്ടാണ്. എന്തായാലും ഷുവറായിട്ട് ഒരു 110% സക്സസ് ആയി പുറത്തു വരട്ടെ, ഫുൾ ബൂമിൽ തന്നെ പുറത്തു വരട്ടെ. ആൻഡ് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് സർ അല്ല, പ്രേക്ഷകരോട് പറയാനുള്ളതാണ്. കാരണം ഒരു സിനിമ അത് നമ്മൾ തിയേറ്ററിൽ പോവുക, കാണുക, ഗെറ്റ് എൻഗേജ്, എൻജോയ് ദറ്റ് മൊമെൻറ്റ്. സഹൃദയത്വത്തോടു കൂടി സിനിമ കാണുക. അതിൽ നമ്മൾ ഒന്നും പ്രതീക്ഷിക്കാതെ തന്നെ പോയി കാണുമ്പോഴാണ് അത് നമുക്ക് കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. കാരണം നമ്മൾ പ്രതീക്ഷിച്ച പോലെ പോയി കാണുമ്പോൾ അത് അതുപോലെ സംഭവിച്ചില്ലെങ്കിൽ നമ്മൾ നിരാശരായി പോകും. അതിനേക്കാൾ നല്ലത് സ്വന്തമായി ഒരു മുൻവിധിയുമില്ലാതെ ഒരു സിനിമ പോയി കാണുമ്പോൾ അത് നമുക്കൊരു 100% എൻ്റർടൈൻമെൻറ്റ് അല്ലെങ്കിൽ ഒരു ആസ്വാദനം പകർന്നു തരുമെന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് തിയേറ്ററിൽ പോവുക, ഈ സിനിമ കാണുക. മമ്മൂക്ക ഇതുവരെ ഈ അടുത്ത കാലത്ത് വന്ന മമ്മൂക്ക ചിത്രങ്ങളിൽ വെച്ച് മമ്മൂക്ക ഏറ്റവും കൂടുതൽ കാണാൻ എന്താ പറയുക, ഭയങ്കര ഹാൻഡ്സം ആയിട്ടുള്ള, അതുപോലെ തന്നെ പെർഫോമൻസിലും വളരെ മിതത്വത്തോടുകൂടി പെർഫോം ചെയ്തിട്ടുള്ള ഒരു ഭാഗമാണ്. അതാണ് ഇതിൽ ഏറ്റവും നല്ലൊരു ഹൈലൈറ്റ്. പിന്നെ ഇത് പറഞ്ഞ പോലെ ഇതിലൊരു റിവേഴ്സ് ചേസ് ചെയ്തിട്ടുണ്ട്, അണ്ടർ വാട്ടർ ഫൈറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു പാർക്കോർ ജമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് ഒരു എൻ്റർടൈനിങ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. മുൻവിധിയില്ലാത്ത സിനിമ കാണുക, പ്രോത്സാഹിപ്പിക്കുക. എന്നൊക്കെ പറഞ്ഞു തന്നെ മമ്മൂക്കേനെ ഈ പറഞ്ഞ പോലെ കിക്കാസ് ലുക്കും കിക്കാസ് പെർഫോമൻസും ഡൂഡുക്ക ആരൊക്കെ അവിടെ പറഞ്ഞു മമ്മൂക്കയാണ് ഡൂഡുക്കയായിട്ട് ലുക്കിലും പെർഫോമൻസിലും കാണാവുന്ന ചിത്രം. ഈ പറഞ്ഞ പോലെ വളരെ ഹൈലൈറ്റഡ് ആയിട്ടുള്ള അദ്ദേഹം തന്നെ ഒരു ഡ്യൂപ്പൊന്നും ഇടാതെ റിവേഴ്സ് ചേസും അണ്ടർ വാട്ടർ ഫൈറ്റൊക്കെ അദ്ദേഹം തന്നെ കയ്യിൽ ഈ ചെറിയ ക്യാമറയൊക്കെ കയ്യിൽ ക്യാമറ വെച്ചിട്ട് അദ്ദേഹം തന്നെ ഇപ്പോൾ സ്വയം കോറിയോഗ്രാഫി ചെയ്ത് അത്രത്തോളം എഫേർട്ട് എടുത്തിട്ടുണ്ട്. എല്ലാത്തിനും ലുക്കിലും പെർഫോമൻസിനും അത്രയും എഫേർട്ട് എടുത്തിട്ടുണ്ട്. വളരെ ഇന്റൻസും ബ്യൂട്ടിഫുൾ മേക്കിംഗ് ആണ്. അത് മിസ് ചെയ്യരുത്. ഒരു മമ്മൂക്ക ഫാൻസിന് എന്തായാലും മിസ് ചെയ്യത്തില്ല. എന്തായാലും ഐ എം സോ വെയിറ്റിംഗ് ഫോർ ദാറ്റ്. ആൻഡ് പല്ലവി, പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് I would request, like, whoever has not seen Silence, please do go with your families, watch. It's a wonderful film, beautifully shot, and we assure you that even for a single second you will not get bored. You will be completely hooked to it. ഓക്കെ, അപ്പം സോ മെനി എക്സ്പെക്ടേഷൻസ് ആൻഡ് ഞങ്ങൾ കുറേ അങ്ങ് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. എന്തായാലും ഈ ഫിലിം സൈലൻസ് ഫിലിം ബ്ലാസ്റ്റിക് ഫിലിമായിട്ട് വരട്ടെ. എന്തായാലും ഓൾ ദി ബെസ്റ്റ് ഫോർ ദി ടീം, ബിക്കോസ് നെക്സ്റ്റ് ഫിലിമിന് വേണ്ടി ഞങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യണം. താങ്ക് യു സോ മച്ച്.